Hi, welcome back to Wisestone. I'm Jidin. I have been working as education consultant for the last 5 years. നമ്മൾ അതിൻ്റെ ഭാഗമായിട്ടാണ് വൈസ്റ്റോൺ എന്നൊരു സ്ഥാപനം തുടങ്ങിയിട്ടുള്ളത്. നമ്മൾ 3 സർവീസസ് ആണ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ഇപ്പോൾ +2 ഒക്കെ കഴിഞ്ഞ കുട്ടികൾക്ക് അവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള അല്ലെ അവരുടെ ടേസ്റ്റും പ്രിഫറൻസും സ്ട്രെങ്തും വീക്ക്നെസ്സും മനസ്സിലാക്കിയിട്ട് ഏറ്റവും നല്ല കോഴ്സ് ചൂസ് ചെയ്യാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യാം. സെക്കൻഡ് വൺ എന്നുള്ളത് കേരളത്തിന് പുറത്ത് തമിഴ്നാടും കർണാടകയൊക്കെ പഠിക്കാൻ വേണ്ടി പോകുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അവർക്ക് ഏറ്റവും ടോപ്പായിട്ടുള്ള അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള അംഗീകാരങ്ങളുള്ള കോളേജ് കാണിച്ചു കൊടുക്കുകയും അവിടെ ആപ്ലിക്കേഷനും അഡ്മിഷൻ സപ്പോർട്ടും ചെയ്ത് കൊടുക്കാറുണ്ട്. ഫൈനലി ഇങ്ങനെയുള്ള കുട്ടികൾ ഒരു ക്യാമ്പസ് സെലക്ഷനോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്ന സമയത്ത് ലാംഗ്വേജ് പ്രോബ്ലം, അതായത് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ലാംഗ്വേജ് പ്രോബ്ലം ഉള്ള കുട്ടികൾക്ക് അത് നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പോൾ അവർക്കൊരു ക്യാമ്പസ് സെലക്ഷൻ വഴിയൊക്കെ ഡയറക്റ്റ് കോഴ്സ് കഴിയുമ്പോൾ ജോലി കിട്ടാനുള്ളൊരു സപ്പോർട്ടും കൂടെ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. ഇങ്ങനെ 3 സർവീസസാണ് വൈസ്റ്റോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൽ പലപ്പോഴും പല കുട്ടികളും പല രീതിയിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് പല കോളേജുകൾ അഡ്മിഷൻ എടുക്കാറുണ്ട്. പല ആൾക്കാരും ഇന്ന കോളേജിൽ അഡ്മിഷൻ എടുത്തു തരാം എന്നൊക്കെ പറഞ്ഞ് ട്രാപ്പിലായി പോകുന്ന ഒരുപാട് കുട്ടികൾ എല്ലാ വർഷവും നമ്മൾ കാണാറുണ്ട്. അങ്ങനെ ട്രാപ്പിലായി പോയിട്ടുള്ള ശ്രീ അശ്വിനാണ് നമ്മുടെ കൂടെയുള്ളത്. അപ്പോൾ അശ്വിനൊരു ഫേമസ് ആയിട്ടുള്ള കോളേജിൽ അഡ്മിഷൻ എടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. ഒരുപാട് പൈസ വാങ്ങുന്നു, അവിടെ അഡ്മിഷൻ കിട്ടാണ്ടാവുന്നൊരവസ്ഥയാണുള്ളത്. അശ്വിൻ, ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞു. എനിക്ക് സംഭവിച്ചത്, ഞാൻ ഒരു 5-6 മാസം മുമ്പ് ഇങ്ങനെ ഒരാൾ എന്നെ കോൺടാക്ട് ചെയ്തു. പേര് എനിക്ക് വെളിപ്പെടുത്താൻ താല്പര്യമില്ല. പുള്ളി ഇങ്ങനെ പറഞ്ഞു, അഡ്മിഷൻ എടുത്തു തരാം, ഇന്ന കോളേജിൽ അഡ്മിഷൻ എടുത്തു തരാമെന്ന്. അപ്പം എനിക്ക് അറിയണ ഒരാളായതുകൊണ്ട് ഞാൻ പിന്നെ ഓക്കെ എന്ന് പറഞ്ഞു. ഞങ്ങൾ ആദ്യം അഡ്മിഷൻ ഫീസായിട്ട് ഒരു 20,000 രൂപ കൊടുത്തു. അപ്പോൾ അഡ്മിഷൻ ലെറ്റർ കിട്ടിയില്ല. അപ്പോൾ പറഞ്ഞു കോളേജ് തുറക്കാത്തത് കൊണ്ടാണ് കിട്ടാത്തത്, ടൈം എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ആയിക്കോട്ടെ. 2-3 മാസം കഴിഞ്ഞിട്ടും ഒരു റിപ്ലൈ ഇല്ല അതിനെക്കുറിച്ച്. അപ്പോൾ പുള്ളി ഇങ്ങനെ വിളിക്കും, ചെറിയ ഫണ്ടിൻ്റെ ആവശ്യമുള്ളപ്പോൾ പുള്ളി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് പുള്ളി ലാസ്റ്റ് വിളിച്ച് പറഞ്ഞു, അഡ്മിഷൻ ലെറ്റർ കിട്ടണമെങ്കിൽ കുറച്ചും കൂടെ ഫണ്ട് അടയ്ക്കണം, കോളേജിൽ എന്തോ അഡ്മിഷൻ്റെ ഫീസ് കൂട്ടിയെന്നോ അതിനെന്തോ പറഞ്ഞു. അപ്പോൾ എന്ത് വീട്ടുകാരോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ വീട്ടുകാർക്ക് വേറെ ഒന്നും ആലോചിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ വീട്ടുകാരെന്തോ അത് അടച്ചു. ഒരു മൊത്തം 19,000 രൂപ അടച്ചു. 50. എന്നിട്ട് കോളേജ് ഡേറ്റ് 16-ാം തീയതി ഓപ്പണിംഗ് ആവുമെന്ന് പറഞ്ഞത്. അപ്പോൾ അന്നിൻ്റെ തലേദിവസം വിളിച്ചിട്ട് പറഞ്ഞു 30,000 രൂപ അടയ്ക്കേണ്ടി വരും, എന്നാലേ നമുക്ക് അഡ്മിഷൻ തെറ്റാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു, അമ്മ കേട്ടു, അമ്മ അടച്ചു. ലാസ്റ്റ് ഞങ്ങൾ കോളേജിൽ നോക്കിയപ്പോൾ എൻ്റെ പേര് പോലും ഇല്ല കോളേജിൻ്റെ ഇതിൽ. എന്നിട്ട് പുള്ളി പറഞ്ഞു ചെറിയൊരു പ്രശ്നമുണ്ട്, അഡ്മിഷൻ കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു പൈസ എവിടെ പോയിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു പൈസ വെറുതെ മറച്ചു, അങ്ങനെ എന്തോ പറഞ്ഞു പുള്ളി. ലാസ്റ്റ് പുള്ളി പറഞ്ഞു വേറെ കോളേജിൽ അഡ്മിഷൻ എടുത്ത് തരാമെന്ന്. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഈ പുള്ളിൻ്റെ അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞാൽ ഫീസ് പോലും മര്യാദയ്ക്ക് അടച്ചില്ലെങ്കിലോ, നമ്മളിപ്പോൾ കൊടുത്ത പൈസ പിന്നെയും പുള്ളി മറിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് വേണ്ട, റീഫണ്ട് ചെയ്തോളാൻ പറഞ്ഞു. പുള്ളി ഇതുവരെ റീഫണ്ട് ചെയ്തതെന്ന് വെച്ചാൽ അന്നൊരു ദിവസം 10,000 അയച്ചു, പിന്നെ അങ്ങനെ മൊത്തം അയച്ചു ഒരു 33,000 അയച്ചു. ബാക്കി 50,000 രൂപ ഇനി അയക്കാണ്ട്. ഇല്ല, ഈ ഒരു വർഷം പോയി. ഇനിയിപ്പോൾ അടുത്ത വർഷം നോക്കണമെന്ന് വിചാരിക്കുന്നു.